കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം
ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 24-ഉം 25-ഉം തിരുവചനങ്ങളിൽ വളരെ വലിയ ഒരു ആത്മീയ സത്യം പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്, അവൻ സൗമ്യതയുള്ളവനും ക്ഷമാപൂർവം പഠിപ്പിക്കുന്ന അധ്യാപകനും മറ്റുള്ളവരെ തിരുത്തുന്നവനുമാകണം. കർത്താവ് അനുതാപം നൽകി പൂർണ്ണ മനസ്സോടും സ്നേഹത്തോടും കൂടെ അവരെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നുള്ള ഈ വേദഭാഗം വളരെ ബോധ്യത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട വേദഭാഗമാണ്. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ പിൻഗാമികളായി വരുന്ന കർത്താവിൻ്റെ ഭൃത്യന്മാരെ പറ്റി, പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷകരെ പറ്റി പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണെങ്കിലും കർത്താവിനെ പിൻചൊല്ലുവാൻ ആഗ്രഹിക്കുന്ന, ആത്മീയ മണ്ഡലത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വളരെയധികം പിന്തുടരേണ്ട, അനുവർത്തിക്കേണ്ട ഒരു ജീവിത ശൈലിയാണ് ഈ വചനത്തിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിച്ചു വെക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കുവാൻ പാടില്ല. ഇന്നത്തെ ലോകം ആകെ കലഹപ്രിയമായ ഒരു ലോകമാണ്. എല്ലാറ്റിനോടും കലഹിക്കുന്ന, ഒന്നിനെയും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരു ജീവിത രീതിയും ജീവിത സമീപനങ്ങളും അങ്ങനെയുള്ള ബഹളമുണ്ടാക്കുന്ന ശൈലികളാണ് പൊതുസമൂഹത്തിൽ സ്വീകാര്യമെന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലോകത്തിൻ്റെ വഴികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പത്രമാധ്യമങ്ങളിലും നവീന മാധ്യമങ്ങളിലുമെല്ലാം നാം കാണുന്ന വാർത്തകളും അത്തരം പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കലഹപ്രിയത ഇന്നത്തെ ഒരു സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാറ്റിനോടും കലഹിക്കുക, നമ്മുടേതായ ആശയങ്ങൾ സ്ഥാപിക്കുക, നമ്മുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെയും സമൂഹത്തിൻ്റെയും പൊതുവായ സത്യങ്ങളെയും ആദർശങ്ങളെയും ഒക്കെ തമസ്കരിക്കുക എന്നുള്ളത് ഇന്നത്തെ വലിയൊരു ശൈലിയായി മാറുന്നുണ്ട്. ഇതിനെതിരെ പൗലോസ്ലീഹ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച ഈ വചനം വളരെയധികം ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ്. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കുവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ശൈലി മനുഷ്യനോടും ദൈവത്തോടുമുള്ള കലഹമാണ്. മനുഷ്യരോടുള്ള കലഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, ദൈവത്തോടുള്ള കലഹങ്ങൾ നമുക്കുണ്ടാകാം. ദൈവത്തോട് കലഹിക്കുന്ന പല മനുഷ്യരെയും നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഇസ്രായേൽ ജനം വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. വളരെയധികം അനുഭവങ്ങളിലൂടെ, ആത്മീയമായ യാഥാർത്ഥ്യങ്ങളിലൂടെ ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ കർത്താവ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തങ്ങൾക്ക് കിട്ടിയതൊന്നും പോരാ എന്ന് പറഞ്ഞ് പലപ്പോഴും ഈ ജനം പരാതിപ്പെടുന്നുണ്ട്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ ജനത്തിൻ്റെ പരാതി കേട്ട് മോശ കർത്താവിനോട് പറയുകയാണ്, കർത്താവെ, കൃപ തോന്നി എന്നെ കൊന്നുകളയണമേ, എനിക്ക് ഈ ആളുകളുടെ പരാതി കേൾക്കാൻ പാടില്ല, കാരണം അവർ എപ്പോഴും എന്നോട് കലഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോശയുടെ ആത്മീയമായ ബലത്തിനു മുന്നിൽ ജനം നിൽക്കാതെ വരുമ്പോൾ മോശയുടെ വലിയൊരു വിലാപമാണ്, കർത്താവെ, കരുണ തോന്നി എന്നെ കൊന്നുകളയണമേ. പ്രിയമുള്ളവരെ, ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഇപ്രകാരം നിലവിളിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ ധാർഷ്ട്യം എത്രമാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. നാം ഈ സമൂഹത്തിലാണോ, നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അപ്പോൾ ദൈവത്തോട് നിരന്തരം കലഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും കർത്താവിൻ്റെ പ്രമാണങ്ങൾക്ക് തന്നെ എതിരാണ് നമ്മൾ തിരിച്ചറിയണം. 3-ാമത്തെ പ്രമാണത്തിൻ്റെ പ്രത്യക്ഷമായ ലംഘനമാണ് കർത്താവിനെ പ്രകോപിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ കലഹപ്രിയത അത് ദൈവത്തോടായി വരുമ്പോൾ അത് വലിയ ഒരു ആത്മീയമായ ശക്തിയിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്ന, നമ്മളെ പിന്നോട്ട് നയിക്കുന്ന ഒരു പിന്തിരിപ്പൻ ശക്തിയായി മാറുന്നുണ്ട് എന്നുകൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ കലഹിക്കുവാനായിട്ട് പാടില്ല. കർത്താവിൻ്റെ വഴികളെ നമ്മൾ ചോദ്യം ചെയ്യുവാനായിട്ട് പാടില്ല. മനുഷ്യരോട് കലഹിക്കുന്ന അനേക ആളുകളെ നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ഈ യാത്രക്കിടയിൽ അഹറോനും സഹോദരി മിരിയാമും കർത്താവിൻ്റെ പദ്ധതി പ്രകാരം മോശയുടെ നേതൃത്വത്തിനെതിരെ കലഹിക്കുന്നുണ്ട്. കർത്താവ് ഞങ്ങളോടും സംസാരിച്ചില്ലേ? മോശയോട് മാത്രമാണോ കർത്താവ് സംസാരിച്ചത്? ഞങ്ങൾക്കും സമൂഹത്തിൽ സ്ഥാനമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനത്തിനോടൊപ്പം ചേർന്ന് മിരിയാം മോശയ്ക്കെതിരെ കലഹിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അനന്തരഫലം എന്നുള്ളത് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്? അഹറോൻ തിരിഞ്ഞു നോക്കുമ്പോൾ മിരിയാം കുഷ്ഠരോഗിയായി മാറി എന്നുള്ളതാണ്. അവളുടെ ശരീരം മഞ്ഞുപോലെ വെളുത്ത് കുഷ്ഠം നിറഞ്ഞതായി മാറി എന്നുള്ളതാണ്. അഹറോൻ പറയുന്നുണ്ട്, ഒരു കുഞ്ഞ് ശരീരത്തിൽ നിന്ന്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് മരിച്ച്
പകുതി അഴുകിയ നിലയിൽ വന്നതുപോലെ കർത്താവെ ഇവളെ ആക്കി തീർക്കരുതേ. ഒരു കലഹത്തിൻ്റെ അനന്തരഫലം വളരെ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് മനസ്സിൻ്റെ കുഷ്ഠമായി, ശരീരത്തിൻ്റെ പ്രത്യാഘാതങ്ങളായി മാറാം. ഒരു സമൂഹത്തെ മുഴുവൻ ഒരു വ്യക്തിയുടെ കലഹപ്രിയത നശിപ്പിച്ചേക്കാം. നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ പല വർഗീയ കലാപങ്ങളും പല ലഹളകളും ഒക്കെ ഉടലെടുത്തത് ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുത്ത വിദ്വേഷമോ കലഹമോ ഒക്കെ ആയിരിക്കാം. അതിനാൽ പ്രിയമുള്ളവരെ, ഈ കലഹത്തെ, ഈ കലഹപ്രിയത എന്ന് പറയുന്ന പൈശാചിക ശക്തിയെ കർത്താവിൻ്റെ ദാസൻ അടിച്ചോടിക്കണമെന്ന്, അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ പിന്മാറ്റണമെന്ന് കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആത്മീയ മണ്ഡലത്തിൽ നാം വളരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വളരെ പ്രത്യേകമായി കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കൃപ നഷ്ടപ്പെട്ടവരായി നാം മാറാൻ പാടില്ല. ഈ കലഹപ്രിയത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൃപ നഷ്ടപ്പെടുവാനുള്ള വലിയ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, കർത്താവിൻ്റെ ദാസൻ വളരെ സൗമ്യതയോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ബൈബിളിൻ്റെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഏടുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ സൗമ്യതയുള്ള അനേക ആളുകളെ നമ്മൾ വചനത്തിൻ്റെ ഭാഗങ്ങളിൽ കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ദാവീദ് രാജാവ് തന്നെയാണ്. ദൈവത്തോടും മനുഷ്യരോടും സൗമ്യനായി പ്രതികരിച്ച ഒരു രാജാവാണ് ദാവീദ് രാജാവ്. തൻ്റെ മകൻ കാരണം നാട് വിട്ട് പോകേണ്ടി വരുമ്പോൾ ഒലിവുമലയുടെ താഴ്വാരങ്ങളിലൂടെ അദ്ദേഹം നടന്ന് ഒരു പദയാത്രികനെ പോലെ കടന്നു പോകുമ്പോൾ തൻ്റെ പണ്ടത്തെ ഒരു ഭൃത്യൻ ശാപവാക്കുകൾ ഉതിർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു. ഷിമെയി എന്ന് പറയുന്ന ഈ ദാസൻ ദാവീദിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വളരെ നീചമായ രീതിയിൽ, നിന്ദ്യമായ രീതിയിൽ സംസാരിക്കുമ്പോൾ ദാവീദിൻ്റെ കൂടെയുള്ള ആളുകൾ ഇദ്ദേഹത്തെ കൊന്നുകളയാൻ വേണ്ടി ദാവീദിനോട് അനുവാദം ചോദിക്കുന്നുണ്ട്. ദാവീദ് പറയുന്നു, കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവൻ എന്നോട് ഇപ്രകാരം പ്രവർത്തിക്കുന്നതെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടാണ് ഈ ദുഷ്ടവാക്കുകൾ അവൻ എന്നോട് പറയുന്നതെങ്കിൽ, ഈ ശാപവാക്കുകൾ ഉതിർക്കുന്നതെങ്കിൽ അതിനെ തടയുവാൻ ആർക്ക് സാധിക്കും? ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുവർത്തിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം സമാധാനം നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നേനെ. ദൈവം പറഞ്ഞിട്ടാണ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നേർക്ക് കൂരമ്പുകളായി വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ്, സൗമ്യത നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് നാം പ്രത്യേകമായി തിരിച്ചറിയണം. അതോടൊപ്പം പ്രിയമുള്ളവരെ, ഈ സൗമ്യത നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു സൗമ്യത നമ്മുടെ ജീവിതത്തിൽ, പ്രാർത്ഥനയിലൂടെ ഈ സൗമ്യത നമുക്ക് ആർജിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞില്ലേ, നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കതകടച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ. സൗമ്യതയോടുകൂടി ദൈവസന്നിധിയിൽ വർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കതകടച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ബഹളങ്ങളിൽ നിന്നൊക്കെ അകന്ന് ദൈവത്തോട് മാത്രം സംവദിച്ച് ആത്മീയമായ ഒരു സംയമനം പാലിക്കുക എന്നുള്ളതാണ്. ഈ സംയമനം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് പല ദുരന്തങ്ങൾക്കും നമ്മൾ അടിമപ്പെടേണ്ടതായി വരുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസൻ ഒരു അധ്യാപകനായിരിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ എന്ന് പറയുന്ന മഹാനായ അധ്യാപകൻ ഫേസ്തൂസ് എന്ന് പറയുന്ന ഒരു ന്യായാധിപനോട് തർക്കിക്കുന്നുണ്ട്. പൗലോസ്ലീഹായെ ചെങ്ങലക്കിട്ടിരിക്കുന്ന സമയത്ത് ആളുകൾ മുഴുവൻ പൗലോസിനെതിരെ ഇളകിയിരിക്കുമ്പോൾ ന്യായാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ന്യായവിസ്താര സ്ഥലത്തിരിക്കുന്ന ഫേസ്തൂസ് എന്ന് പറയുന്ന ന്യായാധിപനോട് അവൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ, തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളെ ആവർത്തിച്ച് പറയുവാൻ പൗലോസ്ലീഹ കാണിക്കുന്ന വലിയ ഒരു മനസ്സുണ്ട്. ഈ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. തെറ്റുകളെ തിരുത്തുവാനുള്ള വലിയൊരു ബലം കർത്താവിൻ്റെ ദാസന് ഉണ്ടായിരിക്കണമെന്ന് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്നു. അതിനാൽ ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. സൗമ്യതയോടും ക്ഷമയോടും കൂടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വർത്തിക്കണം. ജോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തുമാത്രം ദുരന്തങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ജോബ്. അവൻ്റെ ജീവിതത്തിൻ്റെ സൗമ്യത അവൻ കളയുന്നില്ല. കൂട്ടുകാരും തൻ്റെ ജീവിത പങ്കാളിയും മുഴുവൻ കർത്താവിനെ ദുഷിച്ചു പറയുവാനായിട്ട് ജോബിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ജോബിനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ ജീവിത ദുരന്തങ്ങളുടെ ഓട്ടുകഷ്ണങ്ങൾ കൊണ്ട് അവൻ തൻ്റെ മുറിവുകൾ ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ കർത്താവിനെ തള്ളിപ്പറയുന്നില്ല. കർത്താവാണ് എല്ലാം തന്നത് എന്നുള്ളൊരു ബോധ്യത്തിൽ തൻ്റെ ജീവിതത്തിനുള്ള പ്രകാശത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ജോബ് ശ്രമിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ സൗമ്യതയോടുകൂടി അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ജീവിത ദുരന്തങ്ങളുടെ ഒരുപാട് തുരുത്തുകളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ് ജോബ്. എന്നിട്ടും അവൻ അവൻ്റെ ജീവിതത്തിൻ്റെ ക്ഷമാശീലം കളയുന്നില്ല. തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളെ
കാര്യങ്ങളെ മറ്റുള്ളവർക്കൊരു പാഠമായി നൽകുവാനായിട്ട് അവന് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളായിരിക്കുന്ന മേഖലകളിൽ ഇടവുകളിലൊക്കെ ഇപ്രകാരം കൃപയോടുകൂടി ജീവിക്കുന്ന അനേക ആളുകളുണ്ട്. തങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെ മറ്റുള്ളവർക്ക് വലിയ പുസ്തകമായി, മറ്റുള്ളവർക്കുള്ള ഒരു ആത്മീയ പുസ്തകമായി തുറന്നു കൊടുക്കുന്ന അനേക ആളുകളുണ്ട്. വിശുദ്ധരൊക്കെ അവരുടെ ജീവിതത്തിൽ ഇപ്രകാരം ജീവിച്ച ആളുകളാണ്. ജീവിതത്തിൻ്റെ സഹനങ്ങളെ മറ്റുള്ളവർക്ക് പഠിക്കുവാനുള്ള ഒരു ആത്മീയ പുസ്തകമായി പല വിശുദ്ധരും മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസർ അവർ മികച്ച അധ്യാപകരായിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. കർത്താവ് തന്നെയും ആ അധ്യാപന ശൈലി പിന്തുടരുന്ന ആളാണ്. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തിരുക്കുടുംബം അദ്ദേഹത്തെ അന്വേഷിച്ച്, യേശുവിനെ അന്വേഷിച്ച് ദേവാലയത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടേ. ഉടനെ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുകയാണ്, അവൻ്റെ അമ്മ ഇക്കാര്യങ്ങൾ മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആശയം കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ, താൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ദൈവപിതാവിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനാണ് എന്ന് ജീവിതം കൊണ്ട് പഠിപ്പിക്കുവാൻ ക്രിസ്തുവിന് സാധിച്ചു. വാക്കുകൾ കൊണ്ട് പഠിപ്പിക്കുവാൻ ക്രിസ്തുവിന് സാധിച്ചു. യോഹന്നാന്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് വന്ന് ഇത് ചോദിക്കുന്നുണ്ട്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? കർത്താവ് പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധർ കാണുന്നുണ്ട്, ചെവി കേൾക്കാത്തവർ അവർ ഇപ്പോൾ കേൾക്കുന്നുണ്ട്, സംസാരിക്കാൻ സാധിക്കാത്തവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് നമുക്ക് ലഭിച്ച ദൈവ കൃപയാണ് മറ്റുള്ളവർക്ക് പാഠമായി നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. നമ്മുടെ വിശ്വാസ തലത്തിൻ്റെ ബോധ്യങ്ങൾ ആഴപ്പെടുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു അനുഭവത്തെയും പ്രതീക്ഷയായി നൽകുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നമ്മുടെ ആത്മീയ മേഖലയിലുള്ള വലിയ ഒരു വളർച്ചയായിട്ട് നാം കാണണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതിൻ്റെ പൊരുളും ഇതുതന്നെയാണ്. ജീവിതത്തിൽ ലഭിച്ച കൃപകളെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സാക്ഷിക്കേണ്ടത്. അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായത്തിൽ പൗലോസ് തന്നെ ന്യായാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ മാനസാന്തര കഥ പുറത്തു പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഈ സുവിശേഷത്തിന് ശുശ്രൂഷകനും സാക്ഷിയുമാകുവാനായിട്ടാണ് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന്. സുവിശേഷത്തിന് ശുശ്രൂഷകനും സാക്ഷിയുമായി മാറുക, സുവിശേഷത്തെ ശുശ്രൂഷിക്കുക, ആ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയിലൂടെ വരുന്ന ദൈവ അത്ഭുതങ്ങളെ, ദൈവ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇത് കർത്താവ് എനിക്ക് തന്നതാണ് എന്ന് ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ആത്മീയ മേഖലയിൽ നാം വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു കൃപ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ദൈവാനുഭവങ്ങളായി നമുക്ക് ബോധ്യപ്പെടും. വലിയ ദൈവാനുഭവത്തിൻ്റെ ബോധ്യങ്ങളിലേക്ക് കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളിലൂടെ നമുക്ക് നടന്നു പോകുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ സാധാരണപ്പെട്ട മനുഷ്യ ജീവിതങ്ങളിൽ നമ്മൾ ദർശിക്കുന്ന ഏതൊരു ദൈവകൃപയും ദൈവികമായ നടത്തിപ്പുകളും അത് വലിയ ദൈവാത്ഭുതമായി, സാക്ഷ്യമായി, ശുശ്രൂഷയായി മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ, അത് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് വചനം പ്രത്യേകമായി നമ്മെ ഓർപ്പിക്കുന്നു. അവൻ ക്ഷമാശീലനായിരിക്കണമെന്നുള്ള ഒരു വചനമുണ്ട്. കർത്താവിൻ്റെ ദാസൻ ക്ഷമാശീലമുള്ളവനായിരിക്കണം. ക്ഷമ എന്ന് പറയുമ്പോൾ ജീവിതം ഒരു കുരിശാണെങ്കിൽ അതിൽ ഉള്ള ആണികളാണ് ക്ഷമാശീലമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതം ഒരു കുരിശാണെങ്കിൽ നാം ചേർന്ന് നിൽക്കേണ്ട, ആ ജീവിതത്തോട് നാം ചേർന്ന് നിൽക്കേണ്ട, ചേർത്ത് നിർത്തേണ്ട ആണികളാണ് ക്ഷമാശീലം. ക്ഷമാശീലമില്ലാത്തത് കൊണ്ടാണ് ലോകത്തിലെ പല ദുരന്തങ്ങളും ഉണ്ടായിരിക്കുന്നത്. ജീവിതത്തിൻ്റെ തന്നെ പല മേഖലകളിലും, കുടുംബജീവിതത്തിൻ്റെയും സമൂഹ ജീവിതത്തിൻ്റെയും പല കോണുകളിലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെട്ടത് ക്ഷമാശീലത്തിൻ്റെ നനവുകൾ മനുഷ്യരുടെ ഹൃദയത്തിൽ ഉണങ്ങിപ്പോയത് കൊണ്ടാണ്. ആ ഒരു വരൾച്ചയെ ഇല്ലാതാക്കുവാൻ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട്, കാൽവരിയിലെ തിരുരക്തം കൊണ്ട് പരിഹാരം ചെയ്ത കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സാധിക്കണം. കർത്താവിൽ നിന്നും കൂദാശാനുസൃതമായ ജീവിതത്തിൽ നിന്നുമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ക്ഷമാശീലം നാം നേടിയെടുക്കണമെന്നും പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു പ്രബോധനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുമ്പോൾ തീർച്ചയായും ആത്മീയ മണ്ഡലങ്ങളിൽ നമുക്ക് ഒരുപാട് വളരുവാനായിട്ട് സാധിക്കും. വിശുദ്ധരുടെ ജീവിതത്തിലെല്ലാം അവർ പകർത്തിയെടുത്ത, അവർ പകരാൻ ശ്രമിച്ച വലിയ പാഠവും ഈ ക്ഷമയുടെയും സഹനശീലത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും ഒക്കെ കൃപയാണ്. അവരെ ക്ഷമാപൂർവം തിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. മാനസാന്തരത്തിൻ്റെ അരൂപി ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്നത് ഇപ്രകാരമുള്ള മനുഷ്യരുടെ നിലപാടുകൾ കണ്ടിട്ടാണ്. നാം തന്നെയും ചില തെറ്റുകൾ തിരുത്തുന്നത്, ചില ആളുകൾ തെറ്റുകൾ തിരുത്തി പോകുന്നത് കണ്ടിട്ടല്ലേ? നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ നാം പഠിച്ചെടുത്തത് അവരുടെ ജീവിതങ്ങളിലൂടെ ദൈവം ഇടപെട്ടത് കണ്ടതുകൊണ്ടാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് വലിയൊരു ദൈവകൃപയായി
നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുമെന്ന് നമ്മൾ പ്രത്യേകമായി കാണണം. എതിർക്കുന്നവരെ തിരുത്തണമെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. ആരാണ് നമ്മെ എതിർക്കുന്നത്? നമുക്കെതിരല്ലാത്തവരെല്ലാം നമ്മുടെ ഭാഗത്താണെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ആരും ഈ ലോകത്തിൽ എതിരല്ല എന്ന് നാം ചിന്തിക്കണം. പലപ്പോഴും നാം ചിന്തിക്കുന്നത് എല്ലാവരും നമുക്കെതിരാണ് എന്നാണ്. കുടുംബജീവിതത്തിൻ്റെ പല താളപ്പിഴകളും ആരംഭിക്കുന്ന അങ്ങനെയാണ്. ജീവിത പങ്കാളി എനിക്കെതിരാണ്, മക്കൾ എനിക്കെതിരാണ്, സമൂഹം എനിക്ക് എതിരാണ്. പ്രിയമുള്ളവരെ, ആരും നമുക്ക് എതിരല്ല എന്നൊരു ചിന്തയിലേക്ക് നാം കടന്നു വരണം. അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി ഈ ലോകത്തിലെ ഒരു സമൂഹങ്ങളിലും നമുക്ക് ജീവിക്കുവാനോ ആ സമൂഹത്തെ പ്രകാശിപ്പിക്കുവാനോ നമുക്ക് സാധ്യമല്ല. നാം എവിടെ എത്തിച്ചേർന്നാലും എല്ലാവരും എൻ്റെ കൂടെയുണ്ടെന്നും എല്ലാവരും എൻ്റെ കൂടെ ചിന്തിക്കുന്നവരാണ് എന്നുള്ള ഒരു ആത്മീയമായ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഏത് സാഹചര്യങ്ങൾ കടന്നു ചെല്ലുമ്പോഴും ആത്മീയമായ അനുഭവം കണ്ടെത്തിയ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ എല്ലാ പ്രകൃതിയും മരങ്ങളും സസ്യങ്ങളും എല്ലാം നമ്മുടെ കൂടെ ചിന്തിക്കുന്നവരും നമ്മുടെ കൂടെ ഉള്ളവരുമാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് അസീസിയിലെ ഫ്രാൻസിസ് വിശുദ്ധനായിത്തീരുന്നത്. ഈ ഒരു ചിന്ത പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിൽ നമ്മൾ കൂടുതൽ എത്തിച്ചേരണമെന്ന് പൗലോസ്ലീഹ പ്രത്യേകമായി ആഗ്രഹിക്കുന്നു. കർത്താവാണ് ഈ അനുതാപം നൽകുന്നത്. നാം ഒരാളെ ക്ഷമാപൂർവം സ്നേഹിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് വേണ്ടുന്ന അനുതാപം കർത്താവ് നൽകുമെന്ന് വചനം പഠിപ്പിക്കുന്നു. ഈ അനുതാപം ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ആ കൃപയിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ സ്നേഹപൂർവ്വം മറ്റുള്ളവരെ തിരുത്തുവാൻ, അവരെ പഠിപ്പിക്കുവാൻ, സൗമ്യതയോടുകൂടി അവരോട് പെരുമാറുവാൻ, ക്ഷമയോടെ അവരെ സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും സഹകരിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു ഉദാഹരണം നാം കാണുന്നുണ്ട്. 17 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ അടുത്ത് ഒരു തളർവാദ രോഗിയെ കുറേ ആളുകൾ ചേർന്ന് കൊണ്ടുവരികയാണ്. വളരെയധികം നാളുകളായി തളർന്നു കിടന്ന ഒരു വ്യക്തിയാകാം കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുന്നത്. കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് കർത്താവ് അദ്ദേഹത്തെ സുഖപ്പെടുത്തുന്നത്. കർത്താവ് ഇരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് കട്ടിലോടുകൂടി അദ്ദേഹത്തെ താഴേക്കിറക്കി. പ്രിയമുള്ളവരെ, അതിന് പിന്നിൽ നടക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചാൽ എന്തുമാത്രം സഹനമാണ് ആ കൊണ്ടുവന്ന 4 പേർ, ഒരു കട്ടിൽ ചുമക്കുന്ന 4 പേർ എടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്ത് ക്ഷമയോടുകൂടിയാണ് അവർ ആ കട്ടിലോടുകൂടി ഈ രോഗിയെ കൊണ്ടുവന്നത്. എന്തുമാത്രം ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും സഹിച്ചാണ് കർത്താവിൻ്റെ അടുത്തേക്ക് ഒരു അത്ഭുതത്തിനു വേണ്ടി, ഒരു വലിയ സാക്ഷ്യത്തിനു വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ വ്യക്തിയെ സമർപ്പിക്കുന്നത്. അവരെടുത്ത ആ ത്യാഗം നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയാകണം. കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് കർത്താവ് അദ്ദേഹത്തെ സുഖപ്പെടുത്തുന്നത്. ഈ ഒരു വിശ്വാസം നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ വലിയ കൃപയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് വചനം പ്രത്യേകമായി നമ്മെ ഓർപ്പിക്കുന്നു. ക്ഷമയും സഹനശീലവും നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി മാറണം. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള തിരുവചനത്തിൽ മറ്റു 2 വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. എപ്രകാരമാണ് നമ്മുടെ ജീവിതം തന്നെ മാതൃകയായി മാറുന്നത് എന്നുള്ളതാണ്. അത് ബഥാനിയായിലെ മാർത്തയും മറിയവുമാണ്. കർത്താവ് ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ ആ 2 പേരും തയ്യാറായി എന്നുള്ളതാണ്. എന്നാൽ മറിയമാകട്ടെ കർത്താവിൻ്റെ പാദത്തെങ്കിലിരുന്ന് അവൻ്റെ വചനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഇത് കണ്ടിട്ട് മാർത്ത മറിയത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൾ എന്നെ തനിയെ വിട്ടിരിക്കുന്നത് കർത്താവെ നീ കാണുന്നില്ലേ? കർത്താവ് പറയുന്ന വചനം ഇതാണ്, അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മറിയം തൻ്റെ ശുശ്രൂഷയിലൂടെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. ഈ മറിയം ഒരിക്കലും ഈ മാർത്തയോട് കലഹിക്കുന്നതായി നാം കാണുന്നില്ല. ഈ മറിയത്തിൻ്റെ മാതൃക വളരെ നിശബ്ദമായ ഒരു മാതൃകയാണ്. ഇങ്ങനെയുള്ള മാതൃകകളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല, നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു ആത്മീയമായ പുസ്തകമായി മാറണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫെസ്തൂസിനോട് പറയുന്നത്, അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായത്തിൽ, നിങ്ങളെല്ലാവരും എന്നെ പോലെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ത് ബലത്തോടുകൂടിയാണ് ഒരു മനുഷ്യൻ അപ്രകാരം പറയുന്നത്? നിങ്ങൾ എന്നെ പോലെ ആകണമെന്ന്. കർത്താവിനല്ലാതെ ആർക്കാണ് അങ്ങനെ പറയാൻ സാധിക്കുക? എന്നാൽ പൗലോസ്ലീഹായ്ക്ക് അത് സാധിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ബോധ്യം അത്രമാത്രം ഉയർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നെ പോലെയാകണം. എൻ്റെ കൈകളിലും കാലുകളിലും ഉള്ള ചെങ്ങലകളുടെ കാര്യത്തിലൊഴികെ നിങ്ങളെല്ലാവരും എന്നെ പോലെയാകണമെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാവരുത്. അവൻ സൗമ്യതയുള്ളവനാകണം. അവൻ ക്ഷമാപൂർവ്വം പഠിപ്പിക്കുന്ന അധ്യാപകനാകണം. അവൻ കാര്യങ്ങളെ വളരെ സഹകരണ ബുദ്ധിയോടെ നോക്കിക്കാണുന്നവനാകണം. ഇപ്രകാരമുള്ള ചില അനുശീലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിയാൽ അതല്ലേ വലിയ ആത്മീയ കൃപ, അതല്ലേ വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ.
കുടുംബജീവിതത്തിലും സാധാരണ ജീവിതങ്ങളിലുമെല്ലാം ഈ ഒരു കൃപ കടന്നു വരുവാൻ, ഈ ഒരു ആത്മീയമായ ചിന്ത കടന്നു വരുവാൻ, ജീവിത സമീപനങ്ങളൊന്ന് മാറുവാൻ, നമ്മൾ ജീവിക്കുന്ന സമൂഹം കൂടുതൽ ആത്മീയമായി പ്രകാശിക്കുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.